അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വന്നതാണ്. ഇപ്പോൾ നമ്മുടെ പേരൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. പേര് ഇപ്പോൾ ലിൻഡോ ലൈഫ് എന്നാണ് പേര്. അപ്പോൾ എല്ലാ വീഡിയോസുകളും നമുക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പേര് മാറ്റിക്കുന്നത് കേട്ടോ. ഞാൻ സോപ്പിൻ്റെ വീഡിയോസ് ഇടും, എല്ലാ വീഡിയോസും ഇടും. നമുക്ക് ആവശ്യമുള്ള ഞാൻ ഉണ്ടാക്കണ പുതിയ പുതിയ സാധനങ്ങളുടെ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇനി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആവശ്യമുള്ള ഒരു കൂട്ടുകാരന്മാർക്ക് അയച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരുന്നത് ഒരു ഇൻക്യുബേറ്ററാണ്. അതായത് കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സിസ്റ്റമാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോസാണ് ഞാൻ ഇന്ന് ഇടുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇതൊരു ഇൻക്യുബേറ്റർ, ഇതിൽ നമുക്കൊരു 90 മുട്ട വയ്ക്കാൻ ഉള്ള കപ്പാസിറ്റി ഉള്ള ഒരു ഇൻക്യുബേറ്ററാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ടൈമറാണ്. അത് ഡിജിറ്റൽ ടൈമറാണ്. അതായത് നമ്മൾ മുട്ട റൊട്ടേറ്റ് ചെയ്യണം. മുട്ട ഒരു മണിക്കൂറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞ് കിടക്കണം, എന്നാലാണ് അത് വിരിയുള്ളൂ. ഒരു അനക്ക കോഴികൾ എപ്പോഴും ഇങ്ങനെ അനക്കിക്കൊണ്ടിരിക്കില്ല, അതുപോലെ ഒന്ന് അനങ്ങാൻ വേണ്ടിയിട്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഒരു മണിക്കൂറിൽ 1 മിനിറ്റ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യും. പിന്നെ ഇതാണ് നമ്മുടെ ടെമ്പറേച്ചർ, പിന്നെ ടെമ്പറേച്ചറും പിന്നെ ഹ്യൂമിഡിറ്റിയും ചെക്ക് ചെയ്യാനുള്ള ഒരു മെഷീനാണ് കേട്ടോ. ഇത് സെലക്റ്റിൻ്റെ ഒരു മെഷീനാണ്, റേറ്റ് കൂടുതലുള്ള മെഷീനാണ്. ഈ മുകളിൽ കാണുന്നതാണ് ടെമ്പറേച്ചർ, അതായത് 37.5 നമുക്ക് കിട്ടേണ്ടത്. അതുപോലെ ഹ്യൂമിഡിറ്റി ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് 68.5. അപ്പോൾ 68 ആകുമ്പോൾ ഹ്യൂമിഡിറ്റി ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ആവും. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. പിന്നെ ഇത് ഓഫ് ഓൺ സ്വിച്ചുകളാണ്. ഈ ഇൻഡിക്കേറ്ററുകൾ ഓരോ ബൾബിൻ്റെയും മോട്ടറിൻ്റെയൊക്കെയാണ് കേട്ടോ. പിന്നെ ഇത് ഫാൻ്റെയാണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ 4 റാക്കുകളാണുള്ളത്. ഇത് 1, 2, 3, താഴത്തൊരു റാക്ക് കൂടി ഉണ്ട്. ഓക്കെ, അതിൽ ഒരെണ്ണത്തിൽ ഒരു 25 എണ്ണം ഏകദേശം വയ്ക്കാം. അപ്പോൾ മൊത്തം ഒരു 90-100 അടുത്താണ് നമ്മുടെ ഈ ഇൻക്യുബേറ്ററിൻ്റെ കപ്പാസിറ്റി വരുന്നത്. പിന്നെ ഈ മെഷീൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചറും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ഇപ്പോൾ ഹ്യൂമിഡിറ്റിയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ലൈറ്റ് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് അതിൻ്റെ ഇത് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ബാക്കിലാണ് നമ്മൾ ഇതിൻ്റെ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. ഈ ഹ്യൂമിഡിറ്റി ഓട്ടോമാറ്റിക്കലായിട്ട് അത് വർക്കാകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഹ്യൂമിഡിറ്റിയിൽ ഒരു മെഷീൻ വെച്ചിട്ടുണ്ട്. അത് ഓട്ടോമാറ്റിക് വർക്കാവും. അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഫോഗായിട്ട് ഉള്ളിലേക്ക് വരും, അതായത് നീരാവിയായിട്ട് ഉള്ളിലേക്ക് വെള്ളം വരും. അപ്പോൾ ആ ഹ്യൂമിഡിറ്റി കറക്റ്റാവും. അത് ഞാൻ പുറത്താണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇത് വെച്ചേക്കണത്, ഈ പാത്രം വെച്ചേക്കണത്, ഇതിന്ന് ഈ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് വെള്ളം, അതായത് ആ ബാക്കിൽ വെച്ചേക്കണ ട്രൈയിൽ അതിൽ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റാൻ വേണ്ടി ഇതിനെ ഓൺ ആക്കി കഴിഞ്ഞാൽ ഇതിന്ന് മോട്ടർ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കറക്റ്റാവും. ഓക്കെ, വേണ്ട ഈ പൈപ്പ് വഴിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ബക്കറ്റിൽ നിന്ന് മോട്ടർ വെച്ചിട്ടുണ്ട്, കണ്ട മോട്ടർ. അപ്പോൾ അതായിരിക്കും ആവും. അപ്പോൾ വെള്ളത്തിൻ്റെ ലെവൽ കറക്റ്റാവും. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഉള്ളുഭാഗമാണ് ഞാൻ പറഞ്ഞുതരാനുള്ളത്. ഉള്ളുഭാഗം എന്ന് പറയുന്നത് ഈ ഹ്യൂമിഡിറ്റിയിലാണ് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒച്ച കേൾക്കുന്നത്. ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഉൾഭാഗം. ഇത് ഫസ്റ്റ് നമ്മൾ ഫ്ലൈവുഡ്, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫോം വെച്ചിട്ടുണ്ട്, കണ്ട. അതിൻ്റെ മുകളിൽ നമ്മൾ അലുമിനിയത്തിൻ്റെ ഒരു കോട്ടിങ് കൊടുത്തിട്ടുണ്ട്, അതായത് അലുമിനിയത്തിൻ്റെ ഒരു തകിട് വെച്ചിട്ടൊരു കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചൂട് കറക്റ്റാവും. പിന്നെ ഇതിൻ്റെ ഹ്യൂമിഡിറ്റി ഇതേ കണ്ടത്, നമുക്ക് കാണണമെന്ന് അറിയില്ല. അതിൽ നിന്ന് പുക പോകണുണ്ട്. അതാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് വെള്ളം ബാഷ്പീകരിച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന ഹ്യൂമിഡിറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ ഇതെന്ന് പറയുന്നത് ഈ മോട്ടറാണ് നമ്മുടെ റൊട്ടേഷൻ ചെയ്യുന്നത്, ഓട്ടോമാറ്റിക്കായിട്ട് റൊട്ടേഷൻ ചെയ്യുന്ന മോട്ടറാണ് കേട്ടോ. പിന്നെ ഒരു 3 ഫാനും വെച്ചിട്ടുണ്ട് ഇതിന്. ഓക്കെ, ഇത് DC ഫാനാണ്. ഈ ഇരിക്കുന്ന സെൻറ്ററിൽ ഇരിക്കുന്നത് AC ആണ് കേട്ടോ. AC എന്ന് പറഞ്ഞാൽ കറണ്ടിൽ വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഒരു 2 ബൾബ്, 25-ൻ്റെയും ഒരു 60-ൻ്റെയും ബൾബ് വെച്ചിട്ടുണ്ട്. നമ്മൾ ക്ലോസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏകദേശം ഇതിൻ്റെ ഡീറ്റെയിലൊക്കെ മനസ്സിലായില്ലേ? ഇപ്പോൾ ഹ്യൂമിഡിറ്റി 59 അപ്പോൾ ഇതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ഹ്യൂമിഡിറ്റിയുടെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഫോഗ് വന്നുകൊണ്ടിരിക്കും. അതിപ്പോൾ കറക്റ്റാവും. നമ്മൾ തുറന്ന കാരണത് വേണ്ട സ്പീഡിൽ സെറ്റാവുണ്ട്. അത് ഓട്ടോമാറ്റിക്കലി സെറ്റായിക്കൊണ്ടിരുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ സ്വിച്ച് എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ റൊട്ടേഷൻ വെച്ചല്ലേ, മോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നത്, അത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള സ്വിച്ചാണ്. ഇത് ഓഫാക്കിയിട്ട് കഴിഞ്ഞാൽ 18 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഇത് ഓഫാക്കിയിടാം. പിന്നെ അത് വർക്കാവില്ല. പിന്നെ നമ്മൾ അതിൻ്റെ ട്രേ എടുത്തിട്ട് അതിൽ തന്നെ നമുക്ക് ഹാച്ചിങ് ചെയ്യാം, അതായത് വിരിക്കാനുള്ള മുട്ട അതിൽ തന്നെ വർക്ക് ചെയ്യും. അതിൻ്റെ ഉള്ളിലത്തെ ട്രേകളില്ലേ, ആ കള്ളികളായിട്ടുള്ളൂ, അതെടുത്ത് നമ്മൾ പുറത്തേക്ക് വെച്ചിട്ട് ആ ട്രേയിൽ മുട്ടകൾ അടക്കി വയ്ക്കും. എന്നിട്ട് അതിൽ തന്നെ വിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളുഭാഗമൊക്കെ ക്ലീൻ ചെയ്ത് നമ്മൾ ഇതിൻ്റെ അലുമിനിയത്തിൻ്റെ തകിടടിച്ചിട്ട് അങ്ങനെ സുഖമാണ്. അത് തന്നെ നമുക്ക് തുടച്ച് ക്ലീൻ ചെയ്യാം. അതേപോലെ അതിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യുമ്പോൾ ഒന്നുണ്ടെങ്കിൽ പൊട്ടാസ്യം പെർമാനേറ്റൊക്കെ ഇട്ടിട്ട് ഒന്ന് തുടച്ചെടുത്താൽ മതി. അപ്പോൾ അതിൽ അണുത്തായിക്കോളൂ കേട്ടോ. വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും, എൻ്റെ വീട് തൃശ്ശൂരാണ് വരുന്നത്, ആർക്കെങ്കിലും ഈ മെഷീനെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം.
അതേപോലെ കോഴി കുഞ്ഞുങ്ങളെ വിരിയിച്ചിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്തോ. ആ ഓർഡർ അനുസരിച്ച് ഞാൻ ചെയ്ത് തരുള്ളൂ. ചെറിയ ഒരു ഇതാണ്, ഞാൻ വലുത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഓർഡർ അനുസരിച്ച് ഞാൻ ചെയ്തു തരാം. അതേപോലെ നിങ്ങൾക്ക് വിരിയിക്കാനൊക്കെ സെറ്റപ്പൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് തരാം. അതുപോലെ ഇൻക്യുബേറ്ററൊക്കെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറഞ്ഞോ, ഞാനത് സെറ്റ് ചെയ്ത് തരാം. ഓക്കെ, ഇനി ഞാൻ ഇതിന് മുട്ട വാങ്ങിക്കൊണ്ടുവന്നിട്ട് അതെങ്ങനെയൊക്കെയാണ് ഇതിൽ വെക്കണതും എങ്ങനെയാണ് നമ്മളതിനെ പരിപാലിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. എത്ര മുട്ട വെച്ച് ഒരു ആഴ്ച കഴിയുമ്പോൾ നമുക്ക് മുട്ട ടെസ്റ്റ് ചെയ്യാം, അതിൽ കുഞ്ഞുണ്ടോ ഇല്ലയെന്നൊക്കെ അറിയാനായിട്ട്. അതൊക്കെ നമുക്ക് ഞാൻ കാണിച്ചു തരാം. അതുപോലെ വിരിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം അതിന് എന്തൊക്കെ മരുന്നുകൾ കൊടുക്കണം, എന്തൊക്കെ തീറ്റ കൊടുക്കണം, അതൊക്കെ കുറേ ചാനൽ വന്നിട്ടുണ്ട്. എന്നാലും നിങ്ങൾക്ക് ഞാനത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുപോലെ ഇത്ര നാൾ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും ഒന്നും കൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.